ഇന്ന് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതല്ല നാളുകളിൽ നടക്കാൻ പോകുന്നത്. അല്ലെ? ഇന്ന് നമ്മൾ കാണുന്ന മേഖലകളല്ല നാളെ വളരാൻ പോകുന്നത്. ഇന്ന് നമുക്ക് ആർക്കും നടക്കില്ല എന്ന് വിചാരിക്കുന്ന മേഖല, ഇപ്പം ഗൂഗിൾ പേ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ഇന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഈ തട്ടുകടയിലും പച്ചക്കറി കടയിലും മീൻ കടയിലും ഒക്കെ ഈ ഡിജിറ്റൽ ഇന്ത്യ നടക്കുമോ, അവിടെയൊക്കെ ഇതേപോലെ സ്കാൻ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാനും ചിന്തിച്ചിട്ടുണ്ട്. അല്ലെ? ഇന്ന് നമ്മളെ ഏതൊരു കടയിൽ പോയാലും അവിടെ സ്കാനർ ഉണ്ടാവും. അല്ലെ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ഇന്ന് ഗൂഗിൾ പേ കൂടെ പേയ്മെന്റ് കൊടുക്കാനല്ലേ? അല്ലെ? അതൊരു 10 വർഷം മുന്നേ പറഞ്ഞ സമയത്ത് നമ്മളെല്ലാവരും അതിനെ കളിയാക്കിയാണ്. അപ്പൊ 2-3 വർഷം കഴിയുമ്പോൾ ഫിജിക്കാർഡ് എന്ന് പറയുന്ന കമ്പനി ഇന്ന് 600 കോടിയാണെങ്കിൽ ഒരു 5000 കോടി ടേൺ ഓവറിലേക്ക് എത്തുമ്പോൾ 2000 കോടിക്ക് അടുത്തെത്തുന്നത് വളരെ സാധാരണക്കാരായിട്ടുള്ള അക്കൗണ്ടിലേക്കാണ്. അത് എന്റെ അക്കൗണ്ടിലേക്ക് എത്തേണ്ടത് എന്റെ മാത്രം ആവശ്യമാണ്. പ്രിൻസ് സാറിന് ആവശ്യമില്ല, അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയാൽ മതി. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്തേണ്ടത് നിങ്ങളെ മാത്രം ആവശ്യമാണ്. ഇന്നൊരു പക്ഷേ ഈ മോർണിംഗ് സെഷനിൽ കയറാൻ നിങ്ങളിൽ പലരെയും നിങ്ങളെ അപ്ലൈൻറ്റിന് ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടാവും. അല്ലെ? അവരെല്ലാ കാലവും നമ്മളെ വിളിക്കുമോ? എല്ലാ കാലവും നമ്മൾ വിളിക്കില്ല. അവരുടെ കൂടെയുള്ള ആരെങ്കിലുമൊക്കെ രക്ഷപ്പെട്ടാൽ അവർ ഓട്ടോമാറ്റിക്കലി രക്ഷപ്പെടും. അങ്ങനെയുള്ളൊരു ദൈവസ്പർശമുള്ള കൺസെപ്റ്റാണ് ഫിജിക്കാർഡ് എന്ന് പറയുന്നത്. അതാണ് ബൈനറിയുടെ പ്രത്യേകത. ബൈനറിയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കൂടെ ഡയറക്റ്റ് 2 പേരെ കൊണ്ടുവന്നാൽ ആ 2 പേരിലൂടെയാണ് അത് 100, 200, 5000, 10000 ആവുന്നത്. അല്ലെ? ആ 2 പേരിലൂടെ നമുക്ക് കൊണ്ടുവരാൻ ഈ ബിസിനസ്സിനെ സാധിക്കണം. അല്ലെ? അപ്പൊ ആ വരുന്ന 2 പേരെ നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? നമ്മൾ കൂടെ വരുന്ന എന്റെ കൂടെ 10 ആളില്ലല്ലോ, 20 ആളില്ലല്ലോ, 100 ആളില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നതിന് പകരം കൂടെ വന്ന 2 ആൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ നമുക്കറിയില്ലേ എന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലാതെ 100 ആളെ കിട്ടുന്നതല്ല. അപ്പം നമ്മളെ കൂടെയുള്ള 2 ആള് അവർക്ക് വേണ്ടത് ഒന്ന് പ്ലാൻ ബുക്ക്, ഫോം ബുക്ക്, ഡയറി, പെന്ന്, ഡയറി ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, ഇതേപോലെയുള്ള ഒരു ടാഗ്, ഫോം ബുക്ക്. ഈ സാധനം അവർക്ക് വേണം. അപ്പൊ നമ്മളെ കയ്യിൽ ഇതൊന്നുമില്ല. നമ്മൾ പോയിട്ട് പറയാണ്, ഞാൻ ഇന്നത്തെ മോർണിംഗ് സെഷനിൽ കേട്ട സംഗതിയാണ്, അപ്പൊ നീ നാളെ തന്നെ പോയിട്ട് ഡയറി, പെന്ന്, ലിസ്റ്റ്, ഷോർട്ട് ലിസ്റ്റ്, ഫോം ബുക്ക്, പ്ലാൻ ബുക്ക്, വർക്ക് ബുക്ക് ഇതൊക്കെ വാങ്ങിക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ അവര് വാങ്ങുമോ? ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവര് വാങ്ങില്ല. അപ്പൊ നമ്മൾ എടുത്ത് ഇതൊക്കെ ഉണ്ടെങ്കിലോ? അല്ലെ? അപ്പം അപ്പനെയും അമ്മേനെയും കണ്ട് വളരുന്ന മക്കളാണ് നമ്മളെ ഡൗൺലൈൻ പാർട്ട്നേഴ്സ്. അപ്പൊ നമ്മളെ കയ്യിൽ ഇതൊക്കെ കണ്ടാലേ അവർ വാങ്ങുള്ളൂ. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പ്ലാൻ ബുക്കും ഫോം ബുക്കും ആണ്. ഈ ഫോം ബുക്ക് ഇല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ആദ്യം നമ്മളെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കണം നമ്മൾ ഒരാളെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരികയാണെന്നുള്ളത്. അല്ലെ? അത് 100% നമുക്ക് വിശ്വാസം വരണമെങ്കിൽ അയാൾ ജോയിൻ ചെയ്യാനുള്ള ഫോം ബുക്ക് നമ്മളെ കയ്യിൽ വേണ്ടേ? പ്ലാൻ പറയാനുള്ള പ്ലാൻ ബുക്ക് ഉണ്ട്, പ്ലാൻ ബുക്ക് അയാള് കേൾക്കുന്നു, അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ നമ്മളെ മനസ്സിൽ നമ്മൾ 100% വിശ്വാസം വേണമെങ്കിൽ, അയാൾ ജോയിൻ ചെയ്യുന്നുള്ള 100% വിശ്വാസം നമ്മളെ മനസ്സിൽ വേണമെങ്കിൽ, ജോയിൻ ചെയ്യുമ്പം അയാൾക്ക് ഫില്ല് ചെയ്യാനുള്ള ഫോം നമ്മളെ കയ്യിൽ വേണം. അല്ലെ? അല്ലെങ്കിൽ അത് 99%. അപ്പൊ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞ് അയാൾ ജോയിൻ ചെയ്യാൻ ഉറപ്പിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോം ബുക്ക് അയാൾക്ക് കൊടുക്കുന്നു, അയാൾ ഫോമിൽ ഫില്ല് ചെയ്യുന്നു, ഒപ്പിടുന്നു. പിന്നീട് പൈസ ഉണ്ടാക്കുന്ന ഒരു വിഷയമല്ല, ഒരാളെ ഫോമിൽ ഫില്ല് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും, അതാണ് സെയില്.